അർഹിച്ച ഗൗരവത്തോടെ നിരീക്ഷിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഒരു പരമ രഹസ്യമായിരിക്കും. നിങ്ങളുടെ ജീവിത വിജയത്തിന്, നിങ്ങളുടെ ജീവിത ആസ്വാദനത്തിന്, ആനന്ദത്തിന് ഉപകരിക്കുന്ന ഒരു വലിയ രഹസ്യം. നമ്മുടെ തലച്ചോറിനെ ഏറ്റവും കൂടുതൽ നാം പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയെ സംബന്ധിച്ചാണ് ഇന്ന് നാം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിന്മേൽ തലച്ചോറ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന പരമാർത്ഥം എല്ലാവർക്കും തന്നെ അറിയാം. അത് നമ്മൾ അറിഞ്ഞും അറിയാതെയും തലവര എന്ന രീതിയിൽ പോലും പ്രയോഗിച്ച് പോന്നിട്ടുണ്ട്. ആര് തലവര വരയ്ക്കുന്നു, എങ്ങനെ വരയ്ക്കുന്നു, എങ്ങനെ തിരുത്തി വരയ്ക്കാം, ഇവകളെ സംബന്ധിക്കുന്നതാണ് ഈ വീഡിയോ ആദ്യന്തം കാണുക. ഞാൻ ബിജുചന്ദ്രൻ. പതിവ് പല്ലവി തുടരുന്നു. ഉപകാരപ്രദങ്ങളായ മറ്റനേകം വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇതുവരെ ഈ പേജ് ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ, ഫോളോ ചെയ്തിട്ടില്ലാത്തവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അപ്രകാരം ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തലച്ചോറിനെ സംബന്ധിക്കുന്ന ഒരു രഹസ്യം ഇതാണ്, ഒരു നിയമം ഇതാണ്. എന്തിനെക്കുറിച്ച് നാം ഏറെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവോ അത് വികസിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിൽ പെരുകുന്നു. കടത്തെക്കുറിച്ചേറെ ചിന്തിക്കുകയിൽ കടം കയറി സ്വയം നാം മുടിഞ്ഞടങ്ങും. പണത്തെക്കുറിച്ചേറെ ചിന്തിക്കുകയിൽ പണം വരും, പല മാർഗം തുറന്നു കിട്ടും. തകർച്ചയെക്കുറിച്ചേറെ ചിന്തിക്കുകയിൽ തകമേറി പകച്ചു നാം തകർന്നടിയും. ഉയർച്ചയെക്കുറിച്ചേറെ ചിന്തിക്കുകയിൽ സ്വയം മറന്നുണർന്നു നാം പ്രവർത്തിച്ചിടും. നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഏതിനെ സംബന്ധിച്ചാണോ ആ മേഖല ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് പെരുകും എന്നതാണ്. ഒരുവൻ താൻ കടം കയറി സ്വയം മുടിയുകയാണ് എന്നാണ് സ്ഥിരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് കടത്തിൽ നിന്ന് അതിജീവിക്കാനുള്ള മാർഗം പോലും മറ്റൊരു കടം വാങ്ങുക എന്നതിലേക്കായിരിക്കും നമ്മുടെ തലച്ചോർ നമ്മളെ നയിക്കുന്നത്. പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പണം വരാനുള്ള പല മാർഗങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ തുറന്നു കിട്ടും. ആ അവസരങ്ങളെ തലച്ചോർ കാണിച്ചു കൊടുക്കും. സ്വന്തം കുടുംബജീവിതം നരകതുല്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് പെരുകിക്കൊണ്ടിരിക്കും. ആ മേഖല വളർന്നുകൊണ്ടിരിക്കും. അത് വിവാഹമോചനത്തിൻ്റെ അവസ്ഥ വരെ എത്തിക്കും എന്നുള്ളതാണ് പരമാർത്ഥം. രോഗത്തെക്കുറിച്ച് ഏറെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ രോഗം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം തലച്ചോറിനെ നാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതും രോഗാവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ അകഭാഷ, അകത്തെ കമ്മ്യൂണിക്കേഷൻ രോഗത്തെ രീതിയിലുള്ള ഫ്ലോ ആയിരിക്കും, ഒഴുക്കായിരിക്കും നമ്മളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണോ ചിന്തയിലൂടെ നമ്മൾ അകത്ത് തലച്ചോറിനെ പഠിപ്പിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു ആന്തരിക ഭാഷ, ഒരു ആന്തരിക കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നമ്മളിലേക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഒഴുക്കു തീർക്കാതെ നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനത്തെ നമുക്കൊന്ന് മാറ്റാൻ സാധ്യമല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒരു വ്യക്തി തൻ്റെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണോ, ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണോ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് സംബന്ധമായാണോ ആ മേഖല വളർന്നുകൊണ്ട് ഇരിക്കുന്നു. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ചിന്തയിലൂടെ, നമ്മുടെ വർത്തമാനത്തിലൂടെ, നമ്മുടെ വികാരങ്ങളിലൂടെ നമ്മുടെ ശിരസിൽ നാം ചിത്രങ്ങൾ വരയ്ക്കുകയാണ്, ശിരോലിഖിതം എഴുതുകയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള ചിത്രങ്ങളും ലിഖിതങ്ങളിലേക്കും നമ്മുടെ തലച്ചോർ നമ്മളെ യാന്ത്രികമായി തന്നെ നയിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത് നമ്മൾ തലച്ചോറിനെ പഠിപ്പിച്ചിട്ടുള്ള ഭാഷയാണ്, പഠിപ്പിച്ചിട്ടുള്ള ചിത്രമാണ്. അതിലേക്ക് തലച്ചോറ് നമ്മളെ നയിച്ചുകൊണ്ടേ പോകും. നമ്മുടെ ജീവിതവും അത്തരത്തിൽ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തലച്ചോറിനെ എങ്ങനെ നമുക്ക് മാറ്റി ചിന്തിപ്പിക്കാം, തലച്ചോറിനെ എങ്ങനെ നമുക്ക് നമ്മുടെ തലവര എങ്ങനെ മാറ്റി എഴുതാം, അതിന് നാം നമ്മുടെ അകലോകത്തെക്കുറിച്ചും പുറലോകത്തെക്കുറിച്ചും ഒന്നറിയേണ്ടതുണ്ട്. തീർച്ചയായും നാം പലപ്പോഴും ഉപബോധ മനസ്സെന്നും അബോധ മനസ്സെന്നും ഒക്കെ വേർതിരിക്കാറുണ്ട്. അത് ഒരു ഫിക്ഷൻ തന്നെയാണ്, ഒരു കെട്ടുകഥ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് പലവരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഉപബോധ മനസ്സെന്നും അബോധ മനസ്സെന്നും
ഒക്കെ നമുക്കൊരു വേർതിരിവുകളിലൂടെ മാത്രമേ ഇതൊന്ന് പ്രകടിപ്പിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് തീർച്ചയായും ബാഹ്യ ലോകവുമായി നമുക്ക് പ്രകടിപ്പിക്കുന്നതിന്, ഇൻട്രാക്ട് ചെയ്യുന്നതിന് നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങളിലൂടെ നാം റിസീവ് ചെയ്യുന്ന സിഗ്നൽസിന് അതിന് ഉചിതമായ മറുപടികൾ, നിർദ്ദേശങ്ങൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അതിന് അനുസൃതമായി നാം ബാഹ്യലോകത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള വെളിയിലുള്ള ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഇന്ദ്രിയങ്ങളിലൂടെ നാം നമ്മുടെ സിഗ്നലുകൾ തലച്ചോറിന് കൊടുക്കുകയും അതിനനുസരിച്ച് അകത്തെ ലോകത്തിൻ്റെ ഭാഷ നമ്മളെ അറിയിക്കുന്നതിന് പല സൂചനകളും നമുക്ക് ലോകം തരുന്നുണ്ട്, അബോധതലം നമുക്ക് നൽകുന്നുണ്ട്. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ യന്ത്രത്തിന് ചലിക്കുന്നതിന്, ഈ ഒരു യന്ത്രം, മനുഷ്യൻ എന്ന് പറയുന്ന ഈ യന്ത്രം ചലിക്കുവാൻ പര്യാപ്തമായ രീതിയിലല്ല എന്ന് നമ്മളെ തലച്ചോറ് അറിയിക്കുന്നതിനു വേണ്ടി നമുക്ക് ദുഃഖമാണെങ്കിൽ നമ്മുടെ വികാരത്തിൻ്റെ, ഇമോഷൻ്റെ രീതിയിൽ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഷ നല്ലതാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങളായിരിക്കും നമ്മുടെ ആന്തരികമായ ഇമോഷൻസ് വെളിയിലേക്ക് വരുന്നത്. ദുഃഖമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ അകത്തെ ഭാഷ ശരിയായ രീതിയിലല്ല, അത് മാറ്റുവാൻ സമയമായി. ഭയമാണെങ്കിൽ നമുക്ക് ഇൻസെക്യൂരിറ്റി ആയെങ്കിൽ നമ്മുടെ അലേർട്ടാണ്. നിങ്ങൾ നമ്മുടെ ഈ ശരീരത്തെ രക്ഷിക്കുന്നതിന് വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കുക. ഇത്തരത്തിലുള്ള പല സൂചനകളിലൂടെയും വികാരങ്ങളിലൂടെയും നമ്മളെ അകത്തെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ നമ്മളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോധതലത്തിന് കോൺഷ്യസോടുകൂടി നമുക്ക് നമ്മുടെ ആന്തരിക ഭാഷ മാറ്റുവാനും നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് നിയന്ത്രിക്കുവാനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പ്രപഞ്ചത്തിൽ നടക്കുന്ന, ലോകത്തിൽ നടക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് വരണം എന്ന് നിർബന്ധിക്കരുത്. എന്നാൽ നമ്മുടെ അകഭാഷ, നമ്മുടെ അകത്തെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അത് 100% നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും. നാം ആഗ്രഹിച്ച രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമ്മുടെ ഈ വാഹനത്തെ ഓടിക്കുവാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് പരമാർത്ഥം. അതുകൊണ്ട് നാം എന്ന് പറയുന്നത് വെറുമൊരു യന്ത്രമല്ല, അതിൻ്റെ യന്ത്രികനാണ് നമ്മൾ എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ തലവര മാറ്റി എഴുതുവാനുള്ള രഹസ്യം ഇതാണ്: വേണ്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. വേണ്ടാത്തത് മാറ്റുവാൻ ശ്രമിക്കാതെ വേണ്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. വേണ്ടുന്നതിൽ ശ്രദ്ധ വരികയും വേണ്ടുന്നത് പ്രബലമാകുകയും ചെയ്യുമ്പോൾ വേണ്ടാത്തത് താനേ കൊഴിഞ്ഞുകൊള്ളും. തീർച്ചയായും കിടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ചിന്ത ശുഭകരമാകട്ടെ, ഉണരുമ്പോൾ നിങ്ങളുടെ ചിന്ത വേണ്ടതാകട്ടെ, ശുഭകരമാകട്ടെ. വേണ്ടുന്ന ചിന്തകൾ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് നല്ലൊരു നാള്, നല്ലൊരു ഭാവി ഉണ്ടാകുവാൻ ആശംസിക്കുന്നു. എങ്ങനെ തലച്ചോറിനെ വേഗേന വേണ്ടുന്ന ചിന്തകൾ പരിശീലിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ താമസിയാതെ തയ്യാറാക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ പിന്തുണയും സഹകരണവും എനിക്കൊപ്പം ഉണ്ടാകണം. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ശുഭവാരം.